ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. പന്ത്രണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതിനെ ഒരു 2 സെക്ഷനായിട്ട് തിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ രണ്ട് ക്ലാസ്സോട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്ന ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റത്തെ ആ ഒരു ചാപ്റ്റേഴ്സിൽ പറഞ്ഞിരുന്നത്, മെയിൻ ആയിട്ട് ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ. ഇനി ഫ്ലൂയിഡ്സ് അതിന്റെ പ്രോപ്പർട്ടീസ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു തന്നെയാണ്. അതിന്റെ ഒരു റിവിഷൻ എന്നാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അടുത്ത ക്ലാസ്സിലാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എടുക്കുക. ആ ഒരു ഭാഗം ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ഓരോ ഒരു ഫിസിക്കൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിന്റെ റീസൺ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് വൺ വേർഡ് ആയാലും ഷോർട്ട് ആൻസർ ആയാലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ചാപ്റ്ററിന് വരാൻ സാധ്യത ഉള്ളത്. അപ്പോ എന്താണ് ഫ്ലൂയിഡ്സ്? ഫസ്റ്റ് ചോദ്യം അതാണ്. ഹൗ മെനി ഓഫ് യു നോ വാട്ട് ഈസ് ഫ്ലൂയിഡ് ഈസ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഫ്ലൂയിഡ് എന്താണ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റും? ദ്രാവകമാണോ? ദ്രാവകം. ഓക്കെ. ദ്രാവകവും വാതകത്തിനെയും ദ്രാവകത്തിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്. ദ്രാവകത്തിനെയും വാതകത്തിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്. കേട്ടോ, ക്ലിയർ ആണല്ലോ? വാതകവും നമ്മൾ 3 സ്റ്റേറ്റ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് പഠിച്ചതിൽ ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഫ്ലൂയിഡ്സ്. അപ്പോ ഫ്ലൂയിഡ്സിന്റെ പ്രത്യേകതയിൽ സോളിഡ് പെടൂല. ലിക്വിഡിന്റെയും ഗ്യാസിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെ എന്നാണ്. ക്ലിയർ അല്ലേ? വോയിസ് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തോളാം. അപ്പോ ശ്രദ്ധിക്കുക. അതില് ഫസ്റ്റില് നമുക്ക് വരുന്നത് ഹൈഡ്രോളിക് പ്രഷർ ആണ്. ഇതിലിപ്പോ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം, ചാപ്റ്റർ വായിച്ചു നോക്കണം. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പോർഷനിൽ എന്താണ് ഫ്ലൂയിഡ്സ്, അതിൽ അതുപോലത്തെ അതിന്റെ എക്സാമ്പിൾസിനെ കുറിച്ചുള്ള ഒരു ഹിന്റ് ചാപ്റ്ററിൽ പറയുന്നത് ജസ്റ്റ് ഒരു ഹിന്റ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് നമുക്ക് വിസ്കസ് ഫോഴ്സ്, ബോയൻ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ എയറോപ്ലെയിനിന്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ എയറോപ്ലെയിൻ എങ്ങനെയാണ് പൊങ്ങുന്നത് എന്നുള്ള, മുകളിലേക്കുള്ള ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നതുപോലെയൊക്കെയുള്ള പ്രിൻസിപ്പിൾസ് ആണ് ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നതൊരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ നന്നായിട്ട് വായിക്കുക. സെക്കൻഡ് പേജിലാണ് ഫസ്റ്റ് ടോപ്പിക്. ഹൈഡ്രോളിക് പ്രഷർ എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോളിക് പ്രഷർ എന്നാണ് കോമൺ ആയിട്ട് പറയാറ്. അതൊരു സ്റ്റാറ്റിക് ആയതുകൊണ്ട് ആ ഒരു വേർഡ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സിംപ്ലി പ്രഷർ എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സിംപ്ലി പ്രഷർ എന്ന് പറയുന്നത് P = ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. P = ഫോഴ്സ് ബൈ ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്താണോ അതാണ് ലിക്വിഡ് പ്രഷർ. പക്ഷെ ലിക്വിഡ്സിലാവുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നതിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഇക്വേഷൻ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പക്ഷെ ഫ്ലൂയിഡ്സിന്റെ പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് നോർമൽ ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുക. ഒരു സർഫേസിന്റെ നോർമൽ ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുക. നിങ്ങളൊരു ബലൂണിൽ, വെള്ളം നിറച്ച ബലൂണിൽ ഒരു ഭാഗത്ത് ഒരു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ആ ബലൂണിന്റെ വാൾസിൽ നോർമൽ ആയിട്ട്, ഇങ്ങനെയാണ് ബലൂണിന്റെ വാൾ ഇരിക്കുന്നെങ്കിൽ, ചുവരിരിക്കുന്നെങ്കിൽ അതിന്റെ നോർമൽ ആയിട്ടാണ് പ്രഷർ കൊടുക്കുക. അതുകൊണ്ട് തന്നെ അത് എൻലാർജ് ചെയ്യും, വീർക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏതൊരു സർഫേസ് ആണെങ്കിലും, ഏത് ലിക്വിഡ് കണ്ടെയ്നർ ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ലിക്വിഡ്സ് ആ ഒരു സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സുകൾ കൊടുക്കുക നോർമലി. അതുകൊണ്ട് നോർമൽ ഫോഴ്സ് ആണ് സാധാരണ നമ്മൾക്ക് ലിക്വിഡിന് പറയുന്ന ഫോഴ്സ്. അല്ലെങ്കിൽ ലിക്വിഡ്സ് ആൾവേസ് അപ്ലൈയിങ് ഫോഴ്സ് ഓൺ ദ സർഫേസ് ഓഫ് ദി കണ്ടെയ്നർ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും അത് എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോ നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് എന്ന്. നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രസ്റ്റ്. ജസ്റ്റ് നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്
ത്രസ്റ്റ്. അപ്പൊ വാട്ടറിന് നമ്മൾ പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് എഴുതിയാലും ശരിയാവും. ഓൾമോസ്റ്റ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത് നോർമൽ ഫോഴ്സ് ആണ്, പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ത്രസ്റ്റ് ബൈ ഏരിയ എന്നും എഴുതാം. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട സംഗതി. ജസ്റ്റ് നമ്മൾ നിത്യജീവിതത്തിലുള്ള എക്സാമ്പിൾസിലൊക്കെ നോക്കുകയാണെങ്കിലും ഏതൊരു കണ്ടെയ്നറിലും വാട്ടർ ഇരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അതിന്റെ നോർമൽ ആയിട്ടാണ് പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. അതുപോലെ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ് എന്നുള്ളതും അവിടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു പോയിന്റ് ആണ്, ഒരു ഡാമിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സർഫേസ് ഓഫ് ദി സൈഡ് വാൾ ഓഫ് എ ഡാം. ഡാമിന്റെ താഴ്ഭാഗത്താണ് കൂടുതൽ പ്രഷർ, അതുകൊണ്ട് താഴ്ഭാഗത്ത് തിക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് നോർമൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നോർമൽ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർമ്മയിൽ വേണം. അടുത്ത പേജിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കോർക്ക്, ഒരു ബോക്സ് എന്ത് ചെയ്ത്, ഒരു ജസ്റ്റ് ഒരു വുഡണോ ആയിട്ടുള്ള ഒരു ബ്ലോക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഒരു ബീക്കറിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വാട്ടർ ആണ്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഫ്ലൂയിഡ് ഓൺ എ സബ്മേർജ്ഡ് ഒബ്ജക്റ്റ്. ഒരു വുഡണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു റെക്ടാങ്കുലർ ക്യൂബിക്കൽ ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എല്ലാം നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു കട്ടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, അതിന് കൊടുക്കുന്ന ഫോഴ്സുകളൊക്കെ എന്താണ്, നോർമൽ ആയിട്ടാണ്. അതായത് എല്ലാ ഭാഗത്തുനിന്നും, ഇപ്പൊ ഈ ഭാഗത്തു നിന്നാകുമ്പോൾ ഇങ്ങനെ നോർമൽ, മുകളിൽ നിന്ന് താഴേക്ക്, സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. ഇനി ഒരു മാലമത്ത് ഇട്ടാലോ, അപ്പോഴും ആ ഒരു മാലമത്തിന്റെ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് പ്രഷർ ഉള്ളൂ. ഏതൊരു ഒബ്ജക്റ്റും വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാ ഭാഗത്തുനിന്നും ഈക്വൽ ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് വാട്ടറിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് കാരണം അതിലൊരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ചെറിയ ക്ലാസ്സുകളിൽ ഓർമ്മയുണ്ടാവും. അപ്പൊ അതിന് നോർമൽ ഫോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൽ നിന്നും, ഈ ഒരു സംഗതിയിൽ നിന്നും നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്തിപ്പെടാനുണ്ട്. ആദ്യം ആ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിലും ചെറുതായിട്ട് HρG എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. P is equal to HρG. P is equal to HρG. അപ്പൊ ഇതൊരു ലിക്വിഡിനകത്ത്, ഒന്നും കൂടി പറയൂ. HρG ഡിസ്കസ് ചെയ്തിട്ടില്ല. HρG ഞാൻ ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണോ HρG അല്ല മനസ്സിലാകാത്തത്, അതോ അതിന്റെ മുമ്പത്തെ പോയിന്റ്? അതൊന്നും കൂടി പറയൂ. HρG ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടത് പ്രഷർ ആണ്. പ്രഷറിന്റെ നമുക്ക് കിട്ടേണ്ട ഇക്വേഷന് HρG എന്നാണ്. എന്താണ് H, എന്താണ് റോ, എന്താണ് G എന്നുള്ളത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യും. ഫൈനലി നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ മനസ്സിൽ വേണ്ട ഇക്വേഷൻ ആണ് P is equal to HρG എന്നുള്ളത് ആദ്യം ഓർക്കുക. H എന്ന് പറഞ്ഞാല് വാട്ടറിന്റെ ഹൈറ്റ് ആണ്. എത്രത്തോളം ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്. നമുക്ക് കിട്ടേണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രഷറാണ്. ഒരു ലിക്വിഡിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പ്രഷർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ മുകളിൽ നിന്നും അത് H ഇൻറ്റു റോ, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. ഒരു വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3 ആണ്. അതുപോലെ ഓരോ ലിക്വിഡിനും ഓരോ ഡെൻസിറ്റികൾ ഉണ്ടാവും. അതാണ് റോ. G എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, 9.8. ഇതിനെ തമ്മിൽ ഗുണിച്ചാലാണ് ഒരു വാട്ടറിനകത്ത് എത്രത്തോളം പ്രഷർ ഉണ്ട് എന്ന് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ എങ്ങനെ വന്നത് എന്നുള്ളത്, അത് മാത്രമേ ഉള്ളൂ ഇതിന് പ്രാധാന്യമായിട്ടുള്ള ഡെറിവേഷൻ. അപ്പൊ ഇത് എങ്ങനെ വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നമ്മുടെ ഇക്വേഷന് HρG ആണ്, അതിലേക്ക് വരാം. എങ്ങനെയാണ് ഇക്വേഷൻ, അടുത്ത പേജിലാണ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഈ ലിക്വിഡിനുള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മുത്ത്. ആ മുത്തില് അനുഭവപ്പെടുന്ന പ്രഷർ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ P is equal to ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. അതായത് ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. അതിൽ നിന്നും ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫോഴ്സ് ആണ്, നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഈ ഹൈറ്റ് കാരണം
ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിന്റെ 4 ഭാഗത്തു നിന്നും ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും. പക്ഷെ മുകൾ ഭാഗത്ത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മുകൾ ഭാഗത്ത് നിന്ന് ഉള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ ആ കൂടുതലായ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ വാട്ടറിന് എത്ര വെയിറ്റ് ഉണ്ടോ അതാണ് ഇവിടെ ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പൊ വെയിറ്റ് ബൈ ഏരിയ എന്നാണ് ഫസ്റ്റ് നമുക്ക് വരിക. ദെൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണല്ലേ. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ വെയിറ്റ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഒരു ഒബ്ജക്റ്റിന്റെ താഴേക്ക് ഭൂമി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫോഴ്സ് പ്രഷർ ഇസ് ഈക്വൽ ടു mg ബൈ a എന്ന് വരുന്നതിൽ സംശയം ഉണ്ടോ? പ്രഷർ ഇസ് ഈക്വൽ ടു mg ബൈ a. റിപ്ലൈ വേണം. mg എങ്ങനെയാണ് വരുന്നത് എന്നത് വെയിറ്റിന്റെ ഇക്വേഷൻ ആണ് mg. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു F is equal to ma എന്നുള്ളത്. F is equal to ma. വീഡിയോസ് കാണണം. is equal to ma. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ആ m ആണ് ഇവിടെ m ആയിട്ട് വന്നിട്ടുള്ളത്. a എന്ന് പറയുന്നത് ഭൂമി താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ആണ് വെയിറ്റ്. അതുകൊണ്ട് F എന്നുള്ളത് W ആവുമ്പോ a എന്നുള്ളത് g ആവുന്നു. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് പറഞ്ഞത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m ഇൻറ്റു ആക്സിലറേഷൻ ആണ്. പക്ഷെ വെയിറ്റിന്റെ കേസിൽ ഭൂമിയാണ് പിടിച്ചു വലിക്കുന്നത്. ആ ഭൂമി പിടിച്ചു വലിക്കുന്ന ആക്സിലറേഷൻ ആണ് സ്മോൾ g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് വെയിറ്റ്. ക്ലിയർ ആയോ? W എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഒരു ഒബ്ജക്റ്റ്. അപ്പോ നമുക്ക് എത്രയാണോ മാസ് ഉള്ളത് അതിനെ 9.8 കൊണ്ട് 9.8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കിട്ടുക. പക്ഷെ നമ്മൾ ശരിക്കും പറയുന്ന വെയിറ്റ്, ഇപ്പൊ നിങ്ങൾ 50 കിലോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാസാണ്. നിങ്ങളെ വെയിറ്റ് എന്ന് പറയുന്നത് ശരിയല്ല, ശരിക്കും മാസാണ്. അതിനെ 9.8 ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് വെയിറ്റ്. നമ്മൾ കോമൺലി ഡെയിലി യൂസ് ചെയ്യുന്നത് വെയിറ്റും മാസം ഒരേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും മാസം വെയിറ്റ് രണ്ടാണ്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ചന്ദ്രനിൽ പോയാലും ഇവിടെ പോയാലും മാസം ഒന്നായിരിക്കും, മാസം 50 കിലോഗ്രാം തന്നെ ആയിരിക്കും. പക്ഷെ വെയിറ്റ് മാറ്റം ഉണ്ടാവും. നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് മാറ്റം ഉണ്ടാവും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഇവിടുത്തെ ആക്സിലറേഷൻ മാറ്റം ഉണ്ടാവും. അപ്പൊ അതാണ് ഡിഫറൻസ്. പക്ഷെ നമ്മൾ കോമൺലി മാസും വെയിറ്റും ഒരേതായിട്ട് യൂസ് ചെയ്ത് പോരുന്നു ചെറിയ ക്ലാസ്സുകളിൽ എന്ന് മാത്രം. കോമൺ ആയിട്ട് വലിയ ആൾക്കാർ കോമൺ ആയിട്ട് വെയിറ്റ് മാസ് ഒരുമിച്ച് പറയാറുണ്ട് സ്വാഭാവികമായിട്ട്. നമുക്ക് അത് മാസാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം, സയൻസുകാരായിട്ടുള്ള നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ W എന്ന് പറഞ്ഞാൽ mg ആണ് എന്നുള്ളതെങ്കിലും ഓർത്തിരിക്കുക. അത് മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ഡിവൈഡ് ബൈ ഏരിയ. അപ്പൊ പ്രഷറിന് ഇക്വേഷൻ കിട്ടിയല്ലോ, mg ബൈ ഏരിയ. ഇനി നമുക്ക് വേണ്ടത് മാസിന്റെ സ്ഥാനത്ത് വേറെ ഒരു വാല്യൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസിന്റെ സ്ഥാനത്ത് വേറൊരു വാല്യൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്, മാസ് ഓഫ് ദ ലിക്വിഡ് സിലിണ്ടർ. ഒരു കുറച്ച് വെള്ളത്തിന്റെ മാസ് നമ്മൾ എടുക്കുകയാണ്. ആ ഒരു മാസിന്റെ ഒരു നിശ്ചിത ഏരിയയിലുള്ള വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് നമ്മൾ അവിടെ എടുത്തു എന്ന് മാത്രം. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ ഓർമ്മയുണ്ടോ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് മാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഡെൻസിറ്റി ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓർക്കുണ്ടോ? ഡെൻസിറ്റി അഥവാ സാന്ദ്രതയുടെ സമവാക്യത്തിൽ നിന്നാണ് മാസിന്റെ ഇക്വേഷൻ എഴുതാം. ഇതിൽ നിന്നും ഈ ഒരു സമവാക്യത്തിൽ നിന്നും നമ്മൾ മാസിന്റെ ഇക്വേഷൻ എഴുതിയാൽ ഡെൻസിറ്റി ഇൻറ്റു വി എന്ന് എഴുതാം. ഡെൻസിറ്റി ഇൻറ്റു വി എന്ന് എഴുതാം. ഓക്കെ, നോട്ട് എഴുതുന്നവർ, ലെസൺ നോട്ട് എഴുതുന്നവർ എഴുതിക്കോ. മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് എഴുതിയത്. ഓക്കെ, ഇത് ചെറിയ ക്ലാസ്സിൽ ഓർമ്മയുള്ളതാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷന് ചെറിയ ക്ലാസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ട് അതാണ് വായിക്കണം കേട്ടോ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടി? m is equal to dv എന്ന് കിട്ടി. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഗുണിച്ചാൽ മാസ് കിട്ടും. ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ മാസ് കിട്ടും. അപ്പൊ ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുൻപായിട്ട് v എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഒരു സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും, നീളം ഇൻറ്റു വീതി ആയിരിക്കും. അതിന്റെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ വീനെ നമുക്ക് എന്തെഴുതാം? വീനെ നമുക്ക്
വിയുടെ സ്ഥാനത്ത് നമുക്ക് h ഇൻറ്റു എ എന്ന് എഴുതാം. h ഇൻറ്റു എ. ആരെയാണ് മാറ്റിയത്? വി എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. കാരണം ഏതൊരു വസ്തുവാണെങ്കിലും വോളിയം എന്ന് പറയുന്നത് ഏരിയ കൊണ്ട് ഏതെങ്കിലും ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. സിലിണ്ടറിന്റെ വോളിയം അങ്ങനെ തന്നെയാണ്. ഒരു സർഫേസിന്റെ ഏരിയ കണ്ടിട്ട് അതിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എമ്മിന്റെ സ്ഥാനത്ത് ഡി എച്ച് എ എന്ന് കൊടുക്കാം. കുറച്ച് വോളിയം ആയതുകൊണ്ട് ഡീനെ നമ്മൾ റോ എന്നാണ് കൊടുക്കുക. കുറച്ച് വോളിയം ആകുമ്പോൾ ഡെൻസിറ്റിനെ ഒരു സ്മോൾ ഏരിയ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി തന്നെയാണ് റോ, പക്ഷെ ഇൻ യൂണിറ്റ് ഏരിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡെൻസിറ്റിനെ മാറ്റിയിട്ട് നമ്മൾ റോ എന്ന് കൊടുക്കും. അപ്പൊ എമ്മിന്റെ സ്ഥാനത്ത് റോ എച്ച് എ എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ പ്രഷർ എന്ത് വരും? പ്രഷർ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന വാല്യൂ ശരിക്കും നോക്കാം. എമ്മിന്റെ സ്ഥാനത്ത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എമ്മിന്റെ സ്ഥാനത്ത് റോ എച്ച് എ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. എമ്മിന്റെ സ്ഥാനത്ത് റോ എച്ച് എ. പിന്നെ ഒരു ജി ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ ജീനെയും കൊടുത്തു. ഡിവൈഡഡ് ബൈ ഏരിയ. ഈ ഏരിയയും ക്യാൻസൽ ചെയ്ത് പോയാൽ എച്ച് റോ ജി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ. അപ്പൊ ഇവിടെ രണ്ട് സംഗതികളാണ് പറഞ്ഞത്. ഇതിൽ ഏരിയയും കട്ട് ചെയ്ത് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? മനസ്സിലായോ നോക്കുക. എച്ച് റോ ജി മാത്രമല്ലേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ് നമ്മുടെ ഇക്വേഷൻ. റോ എന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് എഴുതി കാണിക്കണം സാറേ. റോ എന്നുള്ളത് ഇതാണ് സംഗതി. ടെക്സ്റ്റ് ബുക്ക് പ്രിന്റിങ്ങിൽ നമുക്ക് പി ആണോ എന്ന് തോന്നിപ്പോവും, പക്ഷെ ചെറിയ ഒരു വളവുണ്ട്. ഡെൻസിറ്റി ആണത് കേട്ടോ. പി ആണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുള്ളൂ. അറബിയിൽ മീം, വാലില്ലാത്ത മീം ഇട്ട പോലെ താഴേക്കാണ് ഉണ്ടാവുള്ളൂ. പി ആണോ എന്ന് തോന്നിപ്പോകും, പക്ഷെ അത് റോ ആണ്. നമ്മൾ എഴുതുമ്പോൾ വാല് കുറച്ച് കയറ്റിയിട്ട് കൊടുക്കുക. ഡെൻസിറ്റി ആണത് ശരിക്കും കേട്ടോ. മനസ്സിലായില്ല? ഡെൻസിറ്റിയും റോയും ഒന്ന് തന്നെയാണ്. നമ്മൾ കുറച്ച് ഡെൻസിറ്റി ചെറിയ വാല്യൂ എടുക്കുമ്പോൾ ആണ് ഡെൻസിറ്റിക്ക് പകരം റോ ഒക്കെ എടുക്കാറ്. ലിക്വിഡിന്റെ കേസിലൊക്കെ എടുക്കാറുണ്ട്. ലിക്വിഡിന്റെ കേസിൽ ഡെൻസിറ്റിക്ക് പകരം റോ എടുക്കാറുണ്ട്. ഡെൻസിറ്റി തന്നെയാണ്. അപ്പോ നമുക്ക് കിട്ടിയത് പി ഈസ് ഈക്വൽ ടു റോ എച്ച് ജി. അത് കിട്ടിയോ ഇല്ലേ നോക്കുക. എച്ച് റോ ജി തന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എച്ച് റോ ജിയുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെക്കുക. എവിടുന്നാണ് കിട്ടിയത്? പ്രഷർ സമം വെയിറ്റ് ബൈ ഏരിയ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ബൈ ഏരിയ ആണ്. എം ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ നിന്നും റോ എച്ച് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏരിയയും കട്ട് ചെയ്തു. നമുക്ക് പ്രഷർ കിട്ടി. ഇതേ ഉള്ളൂ ഇതിൽ ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട ഒരു ഡെറിവേഷന്. ചിലപ്പോ ചോദിക്കുകയാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മറക്കാതിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി വരിക. അപ്പോൾ എച്ച് റോ ജി മറക്കാതിരിക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് പ്രഷറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഉള്ള സ്റ്റെപ്പ് നിർബന്ധമായിട്ട് അഥവാ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും മാത്രം എഴുതി വെച്ചാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടുന്നാണ് സ്റ്റാർട്ടിങ്, എവിടുന്നാണ് എൻഡിങ്, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പ്രഷർ എന്ന് പറഞ്ഞാൽ എം ജി ബൈ ഏരിയ ആണ്. ത്രസ്റ്റ് ബൈ ഏരിയ എം ജി ബൈ ഏരിയ ആണ്. അതിൽ മാസിനെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാറ്റി എഴുതുക. എന്നിട്ട് അതിലേക്ക് ഡെൻസിറ്റിയുടെ പകരം റോ മാറ്റുക. വീന്റെ സ്ഥാനത്ത് എച്ച് ഇൻറ്റു എ എഴുതുക. എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഏരിയയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ എച്ച് ജി എന്ന് നമുക്ക് കിട്ടും. അതായത് എച്ച് റോ ജി. ക്ലിയർ ആണോ എന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഇക്വേഷൻ മറക്കാൻ പാടില്ല. ബാക്കി പറഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഡെറിവേഷൻ അങ്ങനെ കൂടുതലായിട്ട് ജസ്റ്റ് എഴുതിയാൽ മതി. എവിടുന്ന് സ്റ്റാർട്ടിങ്, എവിടുന്ന് എൻഡിങ്, എവിടുന്ന് മാസിന്റെ ഇക്വേഷൻ എടുത്തു, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഇത്ര മാത്രമാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ട സംഗതി. ക്ലിയർ ആണോ അല്ലെന്ന് പറഞ്ഞ് ജസ്റ്റ് വേഗം. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുക്കുക. ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എച്ച് റോ ജി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോഴാണ് ഇക്വേഷൻ കാണാം. ഇതിവിടെ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് ബോക്സിലാക്കി വെക്കുക. ഇത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ അതങ്ങനെ പോവും. അപ്പൊ തൽക്കാലം നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള രൂപത്തിൽ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് മാത്രം
നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഹൈറ്റ് ഡിഫറൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും ആൻസർ HROGക്ക് തന്നെയാണ് എത്തുക. രണ്ട് സ്ഥാനത്തുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് മുകളിലത്തും താഴത്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ടായിരിക്കും. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻസ് മനസ്സിൽ വെക്കുക, ഫൈനൽ HROG എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു ഹൈറ്റിലുള്ള എല്ലാ പ്രഷറും ഒരേപോലെ ആയിരിക്കും. ഇവിടെ ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ബീക്കറാണ് വിചാരിച്ചു. ഒരു ട്യൂബ് പോലെയുള്ള 4 ഭാഗങ്ങളാണ്. നമ്മൾ ടാങ്കിൽ നിന്ന് പോകുന്ന പൈപ്പുകളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാട്ടർ ലെവലും ഒരേപോലെ ആയിരിക്കും. കാരണം എല്ലാം ഒരേ ഹൈറ്റ് വരണം. ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കൂടും. അപ്പൊ എല്ലാം ഒരേ പ്രഷറിൽ നിൽക്കണമെങ്കിൽ എല്ലാം ഒരേ ഹൈറ്റിൽ ആവണം. ഇത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ വാട്ടറിന് പ്രഷർ സെയിം ആണ് എന്നുള്ള രൂപത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. H തന്നിട്ടുണ്ടാവും, ഡെൻസിറ്റി തന്നിട്ടുണ്ടാവും, ദെൻ ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടും കേട്ടോ. 9.8 ആണ് ജി തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഹൈറ്റിലാണ് എന്ന് നോക്കുക. ഏരിയ തന്നിട്ട് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 10 മീറ്റർ ക്യൂബ് 10⁻³ ആണ്. അപ്പൊ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറ്റ്മോസ്ഫറിക് പ്രഷർ അടുത്ത പോയിന്റ് ആണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷർ സിംപ്ലി എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ദ പ്രഷർ എക്സർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. പ്രഷർ എക്സർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ ഇൻ യൂണിറ്റ് ഏരിയ അല്ല, ഇൻ യൂണിറ്റ് ഏരിയ. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ഭൂമി ഇതാണ് വിചാരിച്ചു. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതിന് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാണ്. നമ്മുടെ എർത്ത് ആണ് കേട്ടോ. അപ്പൊ എർത്തില് നമ്മൾ ഒരു മീറ്റർ നീളവും വീതിയുള്ള ഒരു ചതുരം വരച്ചു. ഒരു സ്ക്വയർ, 1 മീറ്റർ നീളവും വീതിയുള്ള ഒരു സ്ക്വയർ കേട്ടോ. രണ്ട് ഭാഗം ഒരുപോലെയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ അളന്ന് നോക്കണം. മുകളിലേക്ക് ഭൂമിന്റെ സർഫേസ് മുകളിലേക്ക് 1 മീറ്റർ നീളം വീതിയുള്ള ഒരു മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എയർ ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു യൂണിറ്റ് ഏരിയയിൽ മുകളിലേക്ക് എത്ര എയർ ഉണ്ടോ അത്രയും എയർ ഭൂമിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് ഫോഴ്സ് ബൈ ഏരിയ എന്ന്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം പ്രഷർ അറ്റ്മോസ്ഫിയറിന്റെ എയറുകൾ കൊടുക്കുന്നുണ്ടോ അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ സെന്റൻസിൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എയർ പ്രസന്റ് ഇൻ യൂണിറ്റ് ഏരിയ ഓഫ് എയർ കോളം എന്ന് എഴുതാം. യൂണിറ്റ് ഏരിയ ഓഫ് എയർ കോളം എന്ന് എഴുതാം. അപ്പൊ അതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോറിസെല്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫിസിക്കലി അതിലൊരു മെഷീൻ കണ്ടുപിടിച്ചതാണ് ടോറിസെല്ലിസ് ബാരോമീറ്റർ. അപ്പോൾ മെർക്കുറി ആണ് ഇതിൽ നിറച്ചിട്ടുള്ളത്. ഒരു മെർക്കുറിന്റെ ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഒരു ആകൃതി കമഴ്ത്തി വെച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ അറ്റ്മോസ്ഫിയറെ ആക്ട് ചെയ്യുന്ന പ്രഷർ കാരണം മെർക്കുറി മുകളിലേക്ക് പൊങ്ങി 76 സെന്റിമീറ്റർ. ഇപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് അദ്ദേഹം 76 സെന്റിമീറ്റർ എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് എന്ന് പറയുകയും ആ രൂപത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് കണ്ടെത്തിയതാണ് HROG. അവിടെയും HROG തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്. പ്രഷർ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോറിസെല്ലി എന്ന് പറയുന്ന ഒരു പേര് ഓർക്കണം. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ഓർക്കണം. അതുപോലെ ഒരു ടോറിസെല്ലി ബാരോമീറ്ററിൽ 76 സെന്റിമീറ്റർ ആണ് എയർ കോളം നിന്നിട്ടുള്ളത് എന്നും നോട്ട് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് കമഴ്ത്തി വെച്ചാൽ ഇത് ഫുള്ള് മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറി കമഴ്ത്തി വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു എയർ കോളം വാക്വം ക്രിയേറ്റ് ചെയ്യണം. ഇത് മുകളിലേക്ക് പൊങ്ങുന്നത് എത്രത്തോളം താഴ്ചയിലാണ് അവിടെ വരുന്നത് എന്നുള്ള ഹൈറ്റ് ആണ് 76 സെന്റിമീറ്റർ. അതാണ് ടോറിസെല്ലിസ് ബാരോമീറ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ ഒക്കെ 76 എന്ന് മാത്രം നോട്ട് ചെയ്യണ്ട, 76 സെന്റിമീറ്റർ എന്ന് തന്നെ നോട്ട് ചെയ്യട്ടോ. മീറ്ററിലേക്ക് മാറ്റുമ്പോൾ വാല്യൂ മാറും. അതുകൊണ്ടാണ് സെന്റിമീറ്റർ എന്ന് തന്നെ എഴുതണം. അതാണ് ടോറിസെല്ലിസ് ബാരോമീറ്ററിന്റെ ഹൈറ്റ്. അദ്ദേഹമാണ് ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള സംഗതികൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മെർക്കുറി കോളം ആണ് ഉപയോഗിച്ചത് എന്ന് ഓർക്കട്ടോ. മെർക്കുറി കോളം. ഇത്രയും പോയിന്റ്സ് ആണ് അവിടുന്ന് വേണ്ടത്. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിന്റെ മെഷർ ചെയ്യുന്ന രൂപം എങ്ങനെ. Then buoyancy. What is mean by buoyancy?
ഇപ്പൊ നമ്മള് വെള്ളം കോരുന്നവരാണെങ്കിൽ കിണറ്റില് വെള്ളം മോട്ടറൊക്കെ ഓഫായി കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിണറ്റിക്ക് വെള്ളം നമ്മൾ എന്ത് ചെയ്യും? ബക്കറ്റും കയറൊക്കെ ഇട്ടിട്ട് ചെന്നിട്ട് വെള്ളം കോരും. അപ്പൊ വെള്ളം കോരുന്ന സമയത്ത് നല്ല വെള്ളമുള്ള സമയം ആണെങ്കിൽ ആ ഒരു ഫുൾ ബോട്ടില് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അത് വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയിങ് ഫോഴ്സ് കാരണം ആണ്. അതുപോലെ ഒരാൾ കുളത്തിൽ ഇറങ്ങിയിട്ട് ഒരു കല്ലിന് ഉയർത്തണം, വെട്ടുകല്ല്, നല്ല വെയിറ്റുള്ള വെട്ടുകല്ലാണ്, പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ നിന്നുകൊണ്ടാണ് പൊക്കുന്നത്. അപ്പോ വെള്ളത്തിന്റെ താഴ്ഭാഗം, വെള്ളത്തിന്റെ ആ ഒരു സർഫേസ് വരെ പൊക്കിയിട്ട് മുകളിലേക്ക് പൊക്കാൻ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. വെള്ളത്തിനുള്ളിൽ വെയിറ്റ് കുറവായിരിക്കും. വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? അതിന്റെ റീസൺ ആണ് ബോയിങ് ഫോഴ്സ്. ഏതൊരു ഒബ്ജക്റ്റും വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ ആ ലിക്വിഡ് ഫ്ലൂയിഡ് വാതകവും ആവാം, ഫ്ലൂയിഡ് ആണ്. എല്ലാ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നത് ഫ്ലൂയിഡ്സ് ആണ്. അപ്പൊ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അതിനൊരു മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് ബോയിങ് ഫോഴ്സ്. So what is meant by buoyant force? It is the upward force acting on an object when it is immersed in a fluid. അപ്പോൾ ഒരു ലിക്വിഡില് ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റില് ആ വാട്ടർ അല്ലെങ്കിൽ ആ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന ത്രസ്റ്റ്, മുകളിലേക്കുള്ള ത്രസ്റ്റ്, അപ്വേർഡ് ത്രസ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ്, അതിനെയാണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ബോയിന്റ് ഫോഴ്സ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഒരാൾ പറയണം എന്താണ്, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും വേണ്ടില്ല, എന്താണ് ബോയിന്റ് ഫോഴ്സ് എന്നുള്ള പോയിന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരാൾ റിപ്ലൈ തരണം. അപ്പോൾ ആ ഒരു മുകളിലേക്കുള്ള ഫോഴ്സിനെയാണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എത്ര പേരുണ്ട് ഇപ്പൊ നോക്കട്ടെ. വാട്ട്സ് മീൻ ബൈ ബോയിന്റ് ഫോഴ്സ്? ഇത് അവിടെ ഉണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോയിന്റ് ഫോഴ്സ്, the upward force which can be acted on an object when it is submerged. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദ അപ്വേർഡ് ഫോഴ്സ് മുതലാണ് നോട്ട് ചെയ്യേണ്ടത്. ദ അപ്വേർഡ് ഫോഴ്സ് മുതൽ ബോയിന്റ് ഫോഴ്സ് വരെ. ഇതിന്റെ ചെറിയൊരു നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോയിന്റ് ഫോഴ്സ് എന്താന്നുള്ളത് നോക്കാം. അപ്പോ എല്ലാ ഫ്ലൂയിഡ്സിനെയും ലിക്വിഡ് ഫ്ലൂയിഡില് അപ്പൊ ഒരു ഒബ്ജക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇട്ട് കഴിഞ്ഞാൽ, ഫുള്ളായിട്ടും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനാണ് ബോയിന്റ് ഫോഴ്സ്. പക്ഷെ അവിടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്, ഇപ്പൊ ഇങ്ങനെ ഒരാള് ഒരു ബോഡീനെ വെള്ളത്തിൽ മുക്കിയാല് ആ വെള്ളം എത്ര ഡിസ്പ്ലേസ് ചെയ്തോ അതും ആ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റും ഒബ്ജക്റ്റിന്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ മുക്കാണ്, an object immersed fully or partially in a liquid, the magnitude of buoyant force is equal to the weight of the fluid displaced from it. അതായത് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങാണ്, കുളിക്കാൻ പോവാണ് വെള്ളത്തിൽ. ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത്. യുറേക്ക എന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അടുത്ത പേജിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കാം, ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാന് ഒരു 10 കിലോഗ്രാം ഉള്ള ഒരു കട്ട വെള്ളത്തിൽ മുക്കണം. അപ്പൊ വെള്ളത്തിൽ മുക്കിയപ്പോ അതിന് ഒരു അപ്വേർഡ് ഫോഴ്സ് കിട്ടുന്നുണ്ട്. ആ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ആണ് ബോയന്റ് ഫോഴ്സ്. ഇതിന് എത്രയെ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കുള്ള വഴി, ആ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലിട്ടപ്പോ എത്ര വെള്ളം പുറത്തേക്ക് പോയി അതിന്റെ വെയിറ്റ് തൂക്കിയതിന് ഈക്വലായി. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ മായ എം ഉള്ള ഒരാൾ ജസ്റ്റ് ഒരു പേര് വിളിച്ചെന്നുള്ളൂ. മായക്ക് എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇപ്പോ ഒരു ഒബ്ജക്റ്റ്, ഒരു കട്ട കിട്ടി. ഈ കട്ട വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവുമെന്ന് അറിയണം. എത്ര വെയിറ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാല് വെയിറ്റ് എത്ര കുറയുന്നു, 10 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് കുറയും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫുള്ളി നിറഞ്ഞിട്ടുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്ന വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എടുക്കണം. ഇങ്ങനത്തെ ഒരു ബീക്കറിലിട്ടു. ഇങ്ങനെ പുറത്തേക്ക് പോകാനൊരു വാൽവൊക്കെ ഉണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ആദ്യം, എന്നിട്ട് ഇവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഇത് 10 കിലോഗ്രാം ആണ് ആദ്യം.
എന്നിട്ട് ഇത് ഇപ്പൊ എത്ര ഉണ്ടാവും, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കുറയല്ലോ, അത് എത്ര ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവള് വെള്ളത്തിലിട്ടപ്പോ ഇത്രയും വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ട്, ഇത്രയും വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ മാസ് വേറൊരു ത്രാസ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്താല് അത് ഒരു 2 കിലോഗ്രാം ഉണ്ട് എന്ന് വിചാരിച്ചു. ഉണ്ട് എങ്കിൽ ഇതിലുള്ള ഒബ്ജക്റ്റിന് ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ടാവുള്ളൂ? ആർക്കാ പറയാൻ പറ്റുക? 2 കിലോഗ്രാം ആണ് വെള്ളത്തിന്റെ വെയിറ്റ് എങ്കിൽ ഈ വെയിറ്റ് ഇതിന് കുറവുണ്ടാവും. 10 അല്ലായിരുന്നു ആദ്യം, അതിന് 2 കുറക്കേണ്ടി വരും, 8 ഉണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലായോ നോക്കുക. ഇത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് പറഞ്ഞു തന്നത്. ഒരു ഒബ്ജക്റ്റിന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റ് എത്ര വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തോ ആ വാട്ടറിന്റെ മാസ് തൂക്കിയാൽ മതി, എന്നിട്ട് അത് കുറച്ച് നോക്കിയാൽ മതി. ഇപ്പൊ 2 കിലോഗ്രാം ആണ് ഇതിന്റെ ബോയൻ ഫോഴ്സ്. വാട്ട്സ് ദ ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റിന് കിട്ടിയ ബോയൻ ഫോഴ്സ് എത്രയാണ് പറഞ്ഞേ? ഈ ഒബ്ജക്റ്റിന് കിട്ടിയ ബോയൻ ഫോഴ്സ് എത്രയാണ്? പ്ലവക്ഷേപ ബലം എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയാൻ. ബോയൻ ഫോഴ്സ് എത്രയാണ്? പറഞ്ഞോളൂ. ഇല്ലേ, എവിടെ ഇല്ലേ, ഉറങ്ങാൻ പോയോ? ടൈപ്പ് ചെയ്യുന്നുണ്ടോ? അല്ല, ടൈപ്പ് ചെയ്താലും മതി. ഈ ഒബ്ജക്റ്റിന് കിട്ടിയ ബോയൻ ഫോഴ്സ് എത്രയാണ് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് പോകുള്ളൂ കേട്ടോ. ഈ ഒബ്ജക്റ്റ് വെള്ളത്തിലിട്ടപ്പോ അത് 2 കിലോഗ്രാം വെള്ളത്തിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത് എങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്ത ബോയൻ ഫോഴ്സും ഇതും തുല്യമായിരിക്കും, 2 കിലോഗ്രാം തന്നെ ആയിരിക്കും. വാട്ട് ഈസ് മീൻ ബൈ ബോയൻ ഫോഴ്സ്? പറഞ്ഞു മനസ്സിലായോ? അപ്പോ നമ്മുടെ എന്ത് ചെയ്യാണ്, ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള കൊട്ടക്കോരി വെള്ളമുക്കാണ്. അല്ലെങ്കിൽ 10 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് വേറൊരു പാത്രത്തിൽ അതിനനുഭവപ്പെട്ട വെയിറ്റ് എന്ന് പറയുന്നത് 8 കിലോഗ്രാം ആണ്. വെള്ളത്തിൽ ആണെങ്കിൽ അത് നോക്കാം. അപ്പൊ ആദ്യം ഇട്ടപ്പോ 10 കിലോഗ്രാം ഉണ്ട്, ഉള്ളിലെത്തിയപ്പോ 8 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ 2 കിലോഗ്രാം എവിടെ പോയത്? ആ 2 കിലോഗ്രാം വാട്ടർ മുകളിലേക്ക് തള്ളിയതാണ്. വാട്ടർ മുകളിലേക്ക് തള്ളിയത് കൊണ്ടാണ് അതിന്റെ വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബോയിൻ ഫോഴ്സ് കാരണമാണ്. എന്താ ബോയിൻ ഫോഴ്സ്? ഏതൊരു ലിക്വിഡും വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് ബോയിൻ ഫോഴ്സ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കാൻ ആർക്കിമിഡീസ് പറഞ്ഞ തത്വമാണ് ആ ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര വെള്ളത്തിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു കട്ടക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം വേണ്ടേ, അതുകൊണ്ട് ആ സ്ഥലത്ത് ഇരുന്നിരുന്ന വെള്ളം പുറത്തേക്ക് വരൂലേ. നിങ്ങളൊരു ഫുള്ളി നിറഞ്ഞിട്ടുള്ള ഒരു ടാങ്കിൽ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാല്, മുങ്ങിക്കഴിഞ്ഞാല് അതിന് വെള്ളം പുറത്തു പോകൂലേ? ഉണ്ടാവൂലേ? നോക്കി വീട്ടില് സ്വിമ്മിംഗ് പൂള് ഉണ്ടെങ്കിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് വെള്ളം പുറത്തു പോകൂലേ? അല്ലെങ്കിൽ വേണേ ചെറിയൊരു ഗ്ലാസ് നമ്മുടെ കയ്യിൽ നോക്കുക, വെള്ളം പുറത്തേക്ക് പോകുമോ? കാരണം എന്താ, നമ്മുടെ കയ്യിൽ നിൽക്കാൻ സ്പേസ് വേണം. അതുപോലെ ഈ ഒരു കട്ടക്കാൻ സ്പേസ് വേണം. അപ്പൊ എത്രത്തോളം സ്പേസ് വേണോ, എത്രത്തോളം വെള്ളമാണോ പുറത്തേക്ക് പോകുന്നത്, ആ വാട്ടറിന്റെ മാസ് എടുത്തു നോക്കിയാൽ അത്രയും കുറവ് ഇതിന് ഉണ്ടാവും. അപ്പോ ഈ ഒരു സെന്റൻസ് വായിച്ചു നോക്കുക. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇതുപോലെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിനോ 2 മാർക്കിനോ എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കും. അപ്പോ ഈ ഒരു പ്ലവക്ഷേപ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ കുപ്പിയിൽ വെള്ളം ഇല്ല എങ്കിൽ, ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടില്ല, അതിനെ വെള്ളത്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ, അടപ്പടച്ചിട്ട് വെള്ളത്തിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പൊങ്ങുമല്ലോ. അതിനെ താഴത്തേക്ക് താത്തിയാലും ഇങ്ങോട്ട് വരും, പൊങ്ങി വരും. അതെന്തുകൊണ്ടാ? ഇതിന്റെ ബോയൻ ഫോഴ്സ് കൂടുതലാണ്. ബോയൻ ഫോഴ്സ് കൂടുതലാണെങ്കിൽ മുകളിലേക്ക് പൊങ്ങും. ഈ ഒരു ഡയഗ്രം നോക്കാം, ഈ ഒരു ഡയഗ്രം
ബോയൻ ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ വസ്തു മുകളിൽ പൊങ്ങിക്കിടക്കും. വെയിറ്റിനേക്കാൾ വെയിറ്റ് ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്, ബോയൻ ഫോഴ്സ് ആണ് മുകളിലേക്ക് വലിക്കുന്നത്. ഏതാണോ കൂടുതൽ അതാണ് റിസൾട്ട്. വെള്ളത്തിൽ മുക്കിയാൽ അതേപോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ വെയിറ്റും ബോയൻ ഫോഴ്സും സെയിം ആണ് എന്ന് പറയാം. വെയിറ്റ് കുറവാണ്, ബോയൻ ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ പൊങ്ങും. വെയിറ്റ് കുറവാണ്, ബോയൻ ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ പൊങ്ങിക്കിടക്കും കേട്ടോ. ഇതാണ് 2, 3 കേസുകൾ അവിടെ. ഏതാണോ കൂടുതൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റും മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സും, ഏതാണോ കൂടുതൽ ആ ഭാഗത്തേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ വൈ ഒബ്ജക്ട്സ് ഫ്ലോട്ട് ഓർ സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വെയിറ്റ് കൂടുതലാണ് ബോയൻ ഫോഴ്സിനേക്കാൾ, അപ്പൊ താഴും. അപ്പോഴാ പൊങ്ങ, ബോയൻ ഫോഴ്സ് കൂടുതൽ വെയിറ്റ് കുറവാണെങ്കിൽ പൊങ്ങും ചെയ്യും. അതാണ് വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലായോ? എപ്പോഴാണ് പൊങ്ങി കിടക്കുക? ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് പൊങ്ങി കിടക്കുന്നത്? ഏത് കൂടുമ്പോഴാ? റിപ്ലൈ ആണോ? ബോയിൻ ഫോഴ്സ് കൂടുമ്പോഴാണ് പൊങ്ങി കിടക്കുക. വെയിറ്റ് കൂടുമ്പോൾ താഴെ കിടക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ്, ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ ഒരു ഹോട്ട് എയർ ബലൂൺ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. ബലൂൺ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഈ ബോയൻ ഫോഴ്സും അതുപോലെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ പോകും. മുകളിലേക്ക് താഴെ പോവുകയാണെങ്കിൽ ബോയൻ ഫോഴ്സ് കൂടുതലാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടും ഈക്വൽ ആണ്, ബോയൻ ഫോഴ്സും വെയിറ്റും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പറന്ന് പോകും കേട്ടോ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, കൃത്യമായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഈ ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തല പോവും എന്ന കേസിൽ വന്നപ്പോഴാണ് ശരിക്കും ഈ ഒരു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടിയത്. രാജാവിന്റെ രാജാവിന്റെ കോർട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ആളാണ്. അവിടെ ഒരുപാട് സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഇൻവെൻഷൻ ഒക്കെ നടത്തുന്നവരും ഉള്ള ഒരു ഗ്രൂപ്പ് ഓരോ രാജാക്കന്മാരുടെ കീഴിലും ഉണ്ടാവും, നിയമപാലകരും ഉണ്ടാവും. അതുപോലെ ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകൾക്കൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടാവും. അവരാണ് ആ രാജാക്കന്മാരുടെ സഹായങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോ സെക്കൻഡ് വേൾഡ് വാറിനും അങ്ങനെ ഓരോ ചരിത്രം ഉണ്ടല്ലോ സയൻസിന്. നമ്മുടെ ന്യൂക്ലിയർ ബോംബും ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഹിസ്റ്ററിക്കൽ ടച്ച് ഉണ്ട്. അതുപോലെ തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ഗോൾഡിൽ എത്രത്തോളം ഗോൾഡ് ഫുള്ള് ഗോൾഡ് തന്നെയാണോ അതോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ രാജാവിന്റെ കിരീടത്തിന്റെ ഷേപ്പ് മാറാതെ അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഒരു മാർഗമില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കുളിക്കാനിറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് വെള്ളം പോകുന്നത് കാണുന്നത്. അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ വെയിറ്റും ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെയിറ്റും തുല്യമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ആ ഒരു രൂപത്തിലാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ വൈക്കോട്ടെ. ദെൻ പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ? ഇവിടെ നമുക്ക് അറിയാം എല്ലാ ഒബ്ജക്ട്സും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ഒബ്ജക്റ്റും മേഡപ്പ് ചെയ്ത പാർട്ടിക്കിൾസ് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലിക്വിഡ്സും നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലി സ്പ്രെഡ് ആവും. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, ഒരു ലിക്വിഡ് കണ്ടെയ്നറിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് നോർമൽ ഫോഴ്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് ഓരോ ലിക്വിഡിന്റെയും പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ പാസ്കൽ നിയമം എന്ന് പറയുന്നത് when a pressure is applied at any part of enclosed liquid, it is transmitted. അത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പോയിന്റിലും ഈക്വൽ ആയിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പാസ്കൽസ് ലോ. ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിന് ട്രാൻസ്മിഷൻ ലോ എന്നൊക്കെ എഴുതാറുണ്ട്. ഇതിന്റെ അപ്ലിക്കേഷനാണ് പ്രാധാന്യം. അപ്ലിക്കേഷന് ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ എന്താണ്
പാസ്കൽസ് ലോ എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യണം. which states that when pressure is applied at any part of the enclosed liquid, it is transmitted. It is transmitted undiminished to every point of the liquid as well as to the walls of the container. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് പൊട്ടും. എങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾസിലേക്ക് പോവാണ്. പോയിന്റ് എത്രയേ ഉള്ളൂ, ഒരു ഭാഗത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾസ് പ്രാധാന്യമുണ്ട്. ഫസ്റ്റ് നോക്കുക, ഹൈഡ്രോളിക് പ്രസ്. ഹൈഡ്രോളിക് പ്രസ് ഇതാണ് ഒരു ഹൈഡ്രോളിക് പ്രസ്. നമ്മുടെ വാഹനങ്ങളെ കഴുകാനൊക്കെ കൊണ്ടുപോകുമ്പോൾ കാറിനെ ഉയർത്താന് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അല്ലെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു മെഷീനിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന് വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പൊങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും ഫോഴ്സ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വണ്ടി പൊക്കാൻ മാത്രമല്ലേ. പിന്നെ എങ്ങനെയാണ് വണ്ടി പൊങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രഷർ ഇവിടെ ചെറിയ ഏരിയയിലാണ് കൊടുക്കുന്നത്. ചെറിയ ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, അവിടെ ഒരു ചെറിയ ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. പക്ഷെ അത് വലിയ ഒരു ഏരിയ ആക്കി മാറ്റാണ്. ഒരു ടാങ്കർ അതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ലിക്വിഡ് ആയിരിക്കും. വാഷിംഗ് സെന്ററിൽ കാറിന്റെ ക്ലീനിങ് സെന്ററിൽ കഴുകുന്ന വാഷ് ചെയ്യുന്ന സെന്റർ, അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാറിന് ഇങ്ങനെ പൊക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പൊക്കുന്ന ആ ഒരു സാധനത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ടാങ്ക് പോലെയുള്ള സെറ്റപ്പാണ്. അതിനകത്ത് കംപ്ലീറ്റ് ലിക്വിഡ് നിറച്ചിട്ടുണ്ട്, വെള്ളം പോലെയുള്ള ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വലിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ എല്ലാ ഏരിയയിലും ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ ലിക്വിഡും കൊടുക്കുന്ന ഫോഴ്സ് കാരണമാണ് വണ്ടി മുകളിലേക്ക് പൊങ്ങുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ചെറിയ ഏരിയയിൽ ചെറിയ ഫോഴ്സ് കൊടുത്താൽ വലിയ ഏരിയയിൽ വലിയ ഫോഴ്സ് കിട്ടും എന്ന് പാസ്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് പാസ്കൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അവിടെ ആവശ്യമുണ്ട്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ഇക്വേഷനും കൂടി എഴുതി വെക്കുക. F1/A1 ഈസ് ഈക്വൽ ടു F2/A2. F2/A2. A2 കേട്ടോ, A2 ആണ്. ഇവിടെ ഒരു ഭാഗത്ത് കൊടുത്ത പ്രഷർ ആണ് F1/A1. ദാറ്റ്സ് ഈക്വൽ ടു F2/A2. അപ്പൊ ഇതിൽ ചോദ്യം വരിക F2 തന്നിട്ടുണ്ടാവില്ല, ബാക്കി 3 തരും. എന്നിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ A2 തന്നിട്ടുണ്ടാവില്ല, ബാക്കി 3 തന്നിട്ടുണ്ടാവും. ഏതെങ്കിലും 3 തരും, 1 തരൂല. അതിനെ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അവിടെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതാണ് ഇക്വേഷൻ മറക്കണ്ട. എക്സാമ്പിൾ വരച്ചു വെച്ച്, ചിത്രം വരച്ചു വെച്ച്, ഈ ഒരു ചിത്രം ഇത് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ചിത്രം വരച്ചു വെക്കാനും പഠിക്കുക കേട്ടോ. എന്നിട്ട് ആ നിയമം പഠിച്ചു വെച്ച് എഴുതാം. സംഭവം ഒന്നുമില്ല. when we apply pressure on one part, that pressure transmit to the other part equally. ഇപ്പൊ ഏരിയ ഈക്വൽ ആണെങ്കിൽ അവിടെ അതിന്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും കൂടുന്നുണ്ട്. രണ്ടു ഭാഗത്തും പ്രഷർ ഒന്ന് തന്നെയാണ്, പക്ഷെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ മാറ്റം വരും. ഏരിയ ചെറുതാകുമ്പോൾ കുറച്ച് ഫോഴ്സ് മതി, ഏരിയ വലുതാകുമ്പോൾ നല്ല ഫോഴ്സ് കിട്ടും, എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ഒരു ഓരോ പ്രസ്സിനും കാറ് ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും. അതാണ് മാറ്റം. നമ്മൾ കൊടുക്കുന്നത് ചെറിയ ഏരിയയിലാണ്, ഒരുപാട് ഡിസ്റ്റൻസ് വരും നമുക്ക്. പക്ഷെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. കാറിന് ഇങ്ങനെ പൊക്കാനുള്ള ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ ആക്കേണ്ടി വരും, പക്ഷെ കാറ് മുകളിലേക്ക് പോകും. അതുപോലെ നമുക്ക് അതാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉദ്ദേശം. ഇക്വേഷൻ നോട്ട് ചെയ്തോ? ഇക്വേഷൻ നോട്ട് ചെയ്തോ നോക്കാം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഹൈഡ്രോളിക് ജാക്ക് ഓർ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ജാക്ക് ഓർ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതും സെയിം തന്നെയാണ് കേട്ടോ. എക്സാമ്പിൾ ജാക്കി, നമ്മുടെ കാറിനെ പൊക്കാനുള്ള അല്ലെങ്കിൽ പഞ്ചർ ആയാൽ കാറിന്റെ സൈഡിൽ നിന്ന് പൊക്കാനുള്ള ഒരു ചെറിയ ജാക്കി ഉണ്ടല്ലോ,
അതാണ് ഇവിടെ ഡയഗ്രത്തിൽ അങ്ങനെ ആവൂല കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ സംഗതി രണ്ടും സെയിം തന്നെയാണ്. ഡയഗ്രത്തിലും എക്സാമ്പിളും രണ്ടെണ്ണമായിട്ട് പറയാന്നേ ഉള്ളൂ. വർക്കിംഗ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഹൈഡ്രോളിക് ബ്രേക്സ് ആണെങ്കിലും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മളെ കാറിന്റെ ഡ്രൈവർ സീറ്റിലാണ്. അത് ഓരോ ബ്രേക്കിന്റെ ടയറിന്റെ ബ്രേക്കിലാണ് പ്രസ് ആവുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ രണ്ടും 3 എക്സാമ്പിൾ നമുക്ക് എഴുതാം. എല്ലാത്തിനും പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്, ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പൊ അത്രയും എക്സാമ്പിൾസ് എണ്ണം ഇട്ട് നോട്ട് ചെയ്യണം. അത് ചോദിക്കാറുള്ളതും ഒക്കെയാണ്. അടുത്ത പോയിന്റാണ് സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ എന്താണ്? സർഫേസ് ടെൻഷൻ ഇതൊക്കെ എക്സാമ്പിൾസിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബീക്കർ വെള്ളം എടുക്കണം, ജലം, വാട്ടർ എടുക്കണം. ഇതിൽ ഫുള്ള് വെള്ളമാണ്. ഇതിന്റെ സർഫേസിലുള്ള മോളിക്യൂൾസ് പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ ആണ് ശരിക്കും സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് സർഫേസ് ഇൻ എ ലിക്വിഡ് ടു ഗെറ്റ് മിനിമം പ്രഷർ എന്നുകൂടി കൂട്ടിച്ചേർക്കുക. പ്രഷർ അല്ലെങ്കിൽ സർഫേസ് ഏരിയ കുറക്കാൻ എന്ന് പറയാം, മിനിമം എനർജി ആവാൻ എന്ന് പറയാം. അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ സർഫേസിലുള്ള മോളിക്യൂൾസ് ഈക്വൽ പ്രഷർ കൊടുക്കുന്നത്. അതെന്താ എങ്ങനെയാന്നുള്ളത് ഒന്നുകൂടി നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് സർഫേസ് ടെൻഷന് എന്താന്നുള്ളതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നോക്കാം. എക്സാമ്പിൾസ് നോക്കാം. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മള് മെർക്കുറി കണ്ടിട്ടുണ്ടായെങ്കിലും നമ്മുടെ തെർമോമീറ്റർ ഇല്ല, അതിന്റെ താഴ്ഭാഗത്ത് കൊടുക്കുന്ന ഒരു സിൽവറി കളറിലുള്ള മെറ്റീരിയൽ ആണ് മെർക്കുറി. അത് നമ്മളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാലും സ്പെറിക്കൽ ഷേപ്പിലേക്കാണ് വരും. അതിന് സർഫേസ് ടെൻഷൻ കൂടുതലാണ്, അതുകൊണ്ട് സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരും. സർഫേസിലുള്ള മോളിക്യൂൾസ് തമ്മിൽ ഒരു പ്രഷർ, ഒരു ടെൻഷൻ ഉണ്ട്. അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അത് കാരണമാണ് അവരിങ്ങനെ നേരെ നിൽക്കുന്നത്. ഒരു മോസ്കിറ്റോന് വേണമെങ്കിൽ ഫ്ലൈ ചെയ്തിട്ട് ഒരു വാട്ടറിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ചില സമയത്ത് നമ്മൾ വെള്ളത്തിൽ കാണാറുണ്ട്, മഴക്കാലത്തൊക്കെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയാറുണ്ട് ചില നാട്ടിൽ. വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചില പ്രാണികൾ, കൊതുകാണെങ്കിലും വെള്ളം ചെന്നിരുന്നാല് വെള്ളത്തിൽ മുങ്ങൂല, അവർ ആ സർഫേസിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ബ്ലേഡ് വെള്ളം ഇങ്ങനെ നേരെ കൊണ്ടുവച്ചോളൂ, ചാടൂല, ബ്ലേഡ് അവിടെ ഇങ്ങനെ നേരെ നിൽക്കും. അത് ഈ സർഫേസിന്റെ ഏറ്റവും ടോപ്പിലുള്ള മോളിക്യൂൾസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കാരണമാണ് അവിടെ ഒരു ബലം അനുഭവപ്പെടുന്നത്. അതാണ് സർഫേസ് ടെൻഷൻ. അപ്പോ ഇത് ഓരോ ലിക്വിഡ്സിന്റെയും പ്രോപ്പർട്ടി ആണ്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നെക്സ്റ്റ് പേജിൽ ഉണ്ട്. അപ്പോ ഇവിടെ നോക്കുക, അതിന്റെ എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. അപ്പോ അവിടെയും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കാണും, സ്പ്രെഡ് ആവുന്നില്ല. കാരണം അവർക്ക് മിനിമം ഫോഴ്സ് ആവാൻ വേണ്ടിയിട്ട് അവർ സ്പെറിക്കൽ ഷേപ്പിൽ തന്നെ നിൽക്കണം. അവിടെ വേണ്ട 2 പോയിന്റ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ് എന്താണ്, കൊഹസീവ് ഫോഴ്സ് എന്താണ്. ഈ ഒരു സർഫേസ് ടെൻഷന് കാരണം തന്നെ ശരിക്കും അഡ്ഹസീവ് ഫോഴ്സ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് ഒരു വസ്തു, ഇപ്പൊ നമ്മള് വാട്ടറിനെ എടുക്കുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂളും പരസ്പരമുള്ള അട്രാക്ഷൻ ആണ് കൊഹസീവ് ഫോഴ്സ്. ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. എങ്ങനെ പറയാം? കൊഹസീവ് ഫോഴ്സ് ഇസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ സിമിലർ കൈൻഡ് ഓഫ് മോളിക്യൂൾസ് എന്ന് നമുക്ക് പറയാം. കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ സിമിലർ മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പോൾ ഏത് വസ്തു എടുത്തു കഴിഞ്ഞാലും അവ തമ്മിലുള്ള പരസ്പര അട്രാക്ഷൻ ആണ് പോസിറ്റീവ്. പക്ഷെ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് അഡ്ഹസീവ് ഫോഴ്സ്. ഇതെങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത്, അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ആഡ് എന്ന വേർഡിൽ നിന്നല്ല തുടങ്ങുന്നത്, ആഡിഷൻ കൂട്ടിച്ചേർക്കുക. അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളെയാണ് കൂട്ടിച്ചേർക്കുന്നത് എന്ന് ഓർക്കുക. വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ, അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. The attractive force in between different kind of particles adhesive force എന്ന് പറയുന്നത്. വ്യത്യസ്തമായവരാണല്ലോ ആഡ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മളത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും, ഒരു മാർക്ക് മിസ്സാവും. അതുകൊണ്ട്
അഡഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പോസിറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്ത പേജിൽ ഇതിലും ആവശ്യമുണ്ട്. അഡഹസീവ് ഫോഴ്സ് എന്താണ്, പോസിറ്റീവ് ഫോഴ്സ് എന്താണ് എന്നുള്ളത്. അപ്പോ സർഫേസ് ടെൻഷൻ എന്ന പോയിന്റ് എന്തുകൊണ്ട് സർഫേസ് ടെൻഷൻ ഉണ്ടാവുന്നു എന്നതിന്റെ ആൻസർ ആണ് സർഫേസ് എനർജി എന്ന ഭാഗം പറയുന്നത്. സർഫേസ് എനർജി എല്ലാ മോളിക്യൂൾസ്, ഇപ്പൊ ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഈ ബീക്കറിൽ വാട്ടർ ഇരിക്കുന്നുണ്ട്. ഇവിടെ PQRS എന്നൊക്കെ പറയുന്നത് ഓരോ മോളിക്യൂൾസ് ആണ്. അതിൽ ഏറ്റവും സർഫേസിൽ ഇരിക്കുന്ന മോളിക്യൂൾ ആണ് S എന്ന് പറയുന്ന മോളിക്യൂൾസ്. ഈ S എന്ന് പറയുന്ന മോളിക്യൂൾസ് സർഫേസിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അഡഹസീവ് ഫോഴ്സ് കുറവാണ്. എന്താ അഡഹസീവ് ഫോഴ്സ്? എല്ലാ വാട്ടറിന്റെ ഉള്ളിലുള്ള ഇവിടെയൊക്കെ ഉള്ള എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഉള്ളിലുള്ള രണ്ട് വാട്ടർ മോളിക്യൂൾസിനെ വരച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. ഇവിടെ അടുത്ത മോളിക്യൂൾ ഉണ്ടാവും, അവരും ഫോഴ്സ് ഉണ്ട്. ഇവരെ മുകളിലും താഴെയൊക്കെ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ അവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റീവ് ഫോഴ്സിൽ നിൽക്കുകയാണ്. എല്ലാവരും പരസ്പരം മുകളിലേക്കും താഴേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സർഫേസിലുള്ള വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ സർഫേസിലുള്ള എസ് എന്ന് എഴുതിയ ആ ഒരു വാട്ടർ മോളിക്യൂളില്ലേ, എസ് എന്ന് എഴുതിയ ആ ഒരു വാട്ടർ മോളിക്യൂൾ ഇതവിടെ, ആ ഒരു വാട്ടർ മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ താഴേക്ക് വേറെ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യാനുണ്ട്. ഇവിടെ വേറെ മോളിക്യൂൾസ് അഡഹസീവ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ സൈഡിലേക്കും ഉണ്ട്. പക്ഷെ മുകളിലേക്ക് എന്തില്ല? മുകളിലേക്ക് ഈ സർഫേസിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കാൻ, അഡഹസീവ് ഫോഴ്സ് കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് അവര് ഈ സർഫേസിലുള്ളവര് മാത്രം ഇങ്ങനെ ഒരു ബൗണ്ടറി ഫോം ചെയ്യും. എന്നിട്ട് അപ്പൊ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവിടെ എനർജി, ഒരു എക്സ്ട്രാ എനർജി അവർക്കുണ്ട്. താഴത്തുള്ളതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അഡഹസീവ് ഫോഴ്സ് അല്ല പോസിറ്റീവ് ഫോഴ്സ്, ഒരേ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ്. മുകൾക്കുള്ളവർക്ക് ഒരു ഫോഴ്സിന് കൊടുക്കാൻ ആളില്ല. അപ്പൊ ഒരു ഭാഗത്ത് ഒരു അൺഈക്വലിബ്രിയം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനുള്ളിലുള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ, ക്യാൻസൽ ചെയ്ത് പോകാൻ ആളുകളുണ്ട്. പക്ഷെ മുകളിലിരിക്കുന്ന ആ ഒരു ലെയർ മോളിക്യൂൾസിന്, മുകളിലത്തെ ആ ഒരു ലെയർ മോളിക്യൂൾസിന് എന്തില്ല? മുകളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേറെ പാർട്ടിക്കിൾസ് ഇല്ല. അതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ടാവും. ആ എനർജിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്, എനർജി കുറഞ്ഞാലേ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ എനർജി കുറക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫോഴ്സ് ആണ് സർഫേസ് ടെൻഷൻ. ഇപ്പൊ നിങ്ങൾ ഒരു ക്രൗഡ് ആൾക്കാർ എന്ത് ചെയ്യാണ്, ഒരു ഗ്ലാസ്സിൽ കുത്തി നടക്കുകയാണെങ്കിൽ അവിടെ ഗ്ലാസ് എന്നുള്ള ഒരു ഓപ്പൺ ഏരിയ, ചെറിയൊരു ഏരിയയിൽ നിങ്ങളോട് തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നവർ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ പരസ്പരം കോർത്ത് കഴിഞ്ഞാൽ അതിനൊരു ബൗണ്ടറി കിട്ടും. അതിന്റെ ഒരു ബൗണ്ടറി കൃത്യമായിട്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോരുത്തർ തെറിച്ച് പുറത്തേക്ക് പോകും. അതുപോലെ അവര് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് സർഫേസ് ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോ ശരിക്കും മുകളിലേക്ക് കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവരെ പിടിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ തെറിച്ചു പോകും എന്നുള്ള രൂപത്തില് നമ്മൾ സാധാരണ ഒരു ക്രൗഡഡ് പ്ലേസിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൂടി ട്രെയിൻ പോകുന്നെന്ന് വിചാരിച്ചോളൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിൻ കുത്തുമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൈ അടുത്ത ആളുടെ പുറത്ത് പോയിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കും. അതുപോലെ ആ ഒരു മുകളിലേക്ക് കൊടുക്കാൻ പോസിറ്റീവ് ഫോഴ്സ്, അഡഹസീവ് ഫോഴ്സ് കൊടുക്കാൻ ആളില്ല, പോസിറ്റീവ് ഫോഴ്സ് കൊടുക്കാൻ ആളില്ല. അപ്പൊ അവർക്ക് ആ ഒരു ടെൻഷൻ, ആ ഒരു ഫോഴ്സ്, എക്സ്ട്രാ എനർജി കുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സർഫേസ് ടെൻഷൻ എന്ന രൂപത്തിൽ ആ ഒരു എനർജിനെ റെഡ്യൂസ് ചെയ്യുന്നതും അതിന്റെ ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ. കൂടുതൽ വേറെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിനൊന്നും അവിടെ ആവശ്യമില്ല. ഈ ഒരു കോൺസെപ്റ്റ് അവിടെ വേണം, അത് വെച്ചിട്ട് എക്സാമ്പിൾസ് ചോദിക്കാം. എന്തുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നത്? ഇപ്പോ മഴ വീഴുമ്പോൾ വാട്ടർ താഴേക്ക് വരുമ്പോൾ ഓരോ ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവിടെ ഫ്ലൂയിഡ്സിനുള്ള സർഫേസ് ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫിയർ ആയി നിന്ന് കഴിഞ്ഞാൽ ഈ സർഫേസ് ഏരിയ കുറയാൻ പറ്റും. ചതുരം എന്നൊക്കെ പറയുമ്പോൾ ചതുരത്തിലൊക്കെ നിൽക്കണമെങ്കിൽ കുറെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ. സർക്കിൾ രൂപത്തിലാവുമ്പോൾ, സ്ഫെറിക്കൽ രൂപത്തിലാവുമ്പോൾ സർഫേസ് ടെൻഷൻ കുറവാണ്, സർഫേസ് ഏരിയയും കുറവാണ്. അപ്പൊ ഈ സർഫേസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് സർഫേസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനാണ് സർഫേസ് ടെൻഷൻ. അപ്പൊ എന്ത് പറയാൻ പറ്റും? സർഫേസ് ടെൻഷൻ ഈസ് ദ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദി സർഫേസ് ഓഫ് ദി ലെയർ ഇൻ എ ലിക്വിഡ് ടു ഗെറ്റ് മിനിമം എനർജി, അല്ലെങ്കിൽ ടു ഗെറ്റ് മിനിമം സർഫേസ് ഏരിയ എന്ന് ആണ് സർഫേസ് ഏരിയനെ നമ്മൾ ഡെഫിനിഷന് എഴുതുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആ ഒരു സംഗതി അവിടെ മനസ്സിലാക്കി വെക്കുക.
എന്നിട്ട് സർഫേസ് ഏരിയ കുറയണം, സർഫേസ് എനർജി കുറയണം. അതുകൊണ്ട് സർഫേസിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കൊടുക്കുന്ന ആ ഒരു ടെൻഷൻ ഫോഴ്സ് ആണ് സർഫേസ് ടെൻഷൻ എന്ന് ഓർക്കുക. അതുകൊണ്ട് ഒരു കൊതുക് വന്നിട്ട്, ഒരു മോസ്കിറ്റോ വന്നിട്ട് ഇരുന്നാലും ഈ സർഫേസ് ടെൻഷനെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂല, ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ മുകളിൽ നിൽക്കാൻ കഴിയും എന്ന് ഓർത്തിരിക്കും. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇവിടെയും അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, സർഫേസ് ഏരിയയുടെ ഡെഫിനിഷൻ ഇവിടെയും പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. Therefore, the area of the surface area must be minimum. ഏരിയ കുറഞ്ഞാലേ ആ ഒരു എനർജി കുറയുള്ളൂ, എനർജി കുറഞ്ഞാലേ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസിനും എനർജി കുറയാനാണ് ആവശ്യം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ, അതുകൊണ്ട് നന്നായിട്ട് വായിക്കാം. സർഫേസ് ലെയറിലുള്ള പാർട്ടിക്കിൾസിന് അപ്പർ ഹാഫിന് പോസിറ്റീവ് ഫോഴ്സ് കൊടുക്കാനില്ല, അതുകൊണ്ട് അത് ടെൻഷൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫേസ് ടെൻഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് ഇൻ ദ സർഫേസ്. ഈ ഒരു പോയിന്റ് വേറെ രൂപത്തിലും എഴുതാം. സർഫേസ് ടെൻഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ്. ഇത് സർഫേസ് ടെൻഡൻസി ടു ഡിക്രീസ് ദ സർഫേസ് ഏരിയ. സർഫേസ് ഏരിയ കുറയാൻ വേണ്ടിയിട്ട് ആ ഒരു ലിക്വിഡ് ഒബ്റ്റൈൻ ചെയ്യുന്ന ടെൻഷനാണ് സർഫേസ് ഏരിയക്ക് കാരണം. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഡയഗ്രത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് സർഫേസ് ഏരിയ കുറക്കുന്നത്, എന്തിനാണ് സർഫേസ് ടെൻഷൻ കുറക്കുന്നത്? ടു ഗെറ്റ് മിനിമം ഏരിയ, ടു ഗെറ്റ് മിനിമം എനർജി എന്ന് എഴുതണം കേട്ടോ. അത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ എന്ന് നോക്കുക. ആ ഒരു പോയിന്റ്സ് ക്ലിയർ ആവുക എന്നുള്ളത് സർഫേസ് ടെൻഷന്റെ ഡെഫിനേഷനുമാണ് അവിടുന്ന് കിട്ടുന്നത്. ഈ ഒരു സർഫേസ് ടെൻഷനെ കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്കൽ ഫോർമുല ആവശ്യമായി വരികയാണ്. എത്രയാണ് സർഫേസ് ടെൻഷൻ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ അതിന്റെ ഒരു എക്സാമ്പിൾസ് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഇതൊരു ഒരു ഒരു സോപ്പ് ഫിലിം എടുത്തിട്ട് അതിന് ചെറിയൊരു ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലേക്ക് ഇതവിടെ കാണിക്കുന്ന ആവശ്യമില്ല കേട്ടോ, ഇത് ഈ ഒരു ഡെറിവേഷൻ ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ ഈ രൂപത്തിൽ ചതുര രൂപത്തിൽ ഒരു ഫിലിം ഉണ്ടാക്കുകയാണ്. എന്തിന്റെ ഫിലിം? സോപ്പ് ഫിലിം. സോപ്പ് ബബിൾസിൽ ഇതുപോലെ ചതുരാകൃതിയിലുള്ള രണ്ട് കമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുക്കി കഴിഞ്ഞാൽ അതൊരു സോപ്പ് ഫിലിം ഉണ്ടാവും. അവിടെ സോപ്പ് ഫിലിം ഉണ്ടാവും. ആ ഫിലിമിനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇത് ഈർക്കിലാണ് കേട്ടോ, അനക്കാൻ പറ്റുന്ന സാധനമാണ്. മറ്റേതൊക്കെ ഫിക്സ്ഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു ഒബ്ജക്ട് ഇവിടെ ഈർക്കിൽ വെച്ചു കൊടുക്കും. ഈർക്കിൽ വെച്ചു കൊടുക്കും, ഈർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഫിലിം ഉണ്ടായി. ഈ ഫിലിമിനെ ഞാൻ കുറച്ചിങ്ങോട്ട് നീക്കിയാൽ അത് പൊട്ടും. ആ പൊട്ടുന്ന സമയത്തേക്ക് ഞാൻ കൊടുക്കുന്ന വർക്ക് ഡൺ എത്രയാണോ അതാണ് സർഫേസ് ടെൻഷൻ എന്ന് ആണ് മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു ഫിലിം സോപ്പ് വെച്ചിട്ട് സോപ്പ് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഫിലിം ആക്കിയ ഫിലിം ആവുമല്ലോ. അവിടെ കുറച്ച് പണിയുണ്ട്. സോപ്പ് ഇങ്ങനെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ബബിൾ ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സോപ്പ് ബബിൾ കിട്ടും. ഈ സോപ്പ് ബബിള് മുകളിൽ കുറച്ചിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടും. ആ മൈന്യൂട്ടാണ്. പൊട്ടാനെടുക്കുന്ന ആ ഒരു ചെറിയ സമയത്ത് എത്ര വർക്ക് ഡൺ ചെയ്തോ ആ വർക്ക് ഡൺ ആണ് അത് സർഫേസ് ടെൻഷന്റെ എനർജി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കൂടുതൽ സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സർഫേസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദ സർഫേസ് ടെൻഷൻ എന്നത് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കേണ്ടി വരികയാണ് സയന്റിസ്റ്റുകൾക്ക്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ കണ്ടുപിടിക്കുകയാണ്. T is equal to W by area. വർക്ക് ഡൺ ടു ബ്രേക്ക് ദ ഫിലിം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു സോപ്പ് ബലൂണിനെ ഫിലിമിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണോ അതാണ് അതെടുത്ത് സർഫേസ് ടെൻഷൻ എന്നാണ്. വലിയ പ്രാധാന്യമില്ല, പക്ഷെ സംഗതി മനസ്സിലാക്കി വെക്കുക. സർഫേസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ടു ഇൻക്രീസിംഗ് ദ സർഫേസ് ഏരിയ ഓഫ് ദി സർഫേസ് ബൈ 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണോ അതാണ് സർഫേസ് ടെൻഷൻ മാത്തമാറ്റിക്കലി. അപ്പൊ അത് പ്രാധാന്യം ഇല്ലെങ്കിൽ ജസ്റ്റ് അതാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റ് അവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജ് പോ. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുമോ ഇല്ലേന്ന് അറിയാൻ ഒരു സോപ്പ് ഫിലിമിൽ ഒരു നൂല്, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള നൂലിട്ടിട്ട് ആ നൂലിന്റെ സെന്റർ ഭാഗമുള്ള സോപ്പ് ഫിലിം പൊട്ടിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരും. അത് സർഫേസ് ടെൻഷൻ കാരണമാണ്. മിനിമം എനർജി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിക്കൊണ്ട്. അപ്ലിക്കേഷൻ, അവിടെയാണ് നമ്മൾ പ്രാധാന്യം കിടക്കുന്നത്. അപ്ലിക്കേഷൻ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ എഴുതാനും അറിയണം. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സർഫേസ് ടെൻഷൻ എന്നുള്ള ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അതാണ് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് കേട്ടോ. മോസ്കിറ്റോ
സിറ്റിംഗ് ഓൺ ദ വാട്ടർ. വൈ എ മോസ്കിറ്റോ ക്യാൻ സിറ്റ് ഓൺ ദ വാട്ടർ ഓൺ ദി ടോപ്പ് ഓഫ് ദി വാട്ടർ വിത്തൗട്ട് ഇമ്മേഴ്സ്ഡ് ഇറ്റ്? താഴ്ന്നു പോവാതെ എന്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നത്? ബിക്കോസ് ഓഫ് ദി സർഫേസ് ടെൻഷൻ പ്രസന്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി വാട്ടർ എന്ന് എഴുതി വെച്ചാൽ ഒരു മാർക്ക് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. അപ്പൊ മോസ്കിറ്റോന്റെ കാലൊക്കെ അവിടെ നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു ടെൻഷൻ കാരണം ഇങ്ങനെ സർഫേസ് ടെൻഷൻ കാരണം അങ്ങനെ വളഞ്ഞു നിൽക്കും വാട്ടർ, കാണാൻ പറ്റും. ഒരു മോസ്കിറ്റോനെ പിടിച്ച് ജീവനുള്ളതിനെ വെള്ളത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഇരിക്കണം, അപ്പൊ അത് നിൽക്കുള്ളൂ. വെല്ല പോയിട്ട് ഇരിക്കണം. ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ സർഫേസ് ടെൻഷൻ ഒക്കെ പൊട്ടിച്ച് താഴെ പോകും. ജസ്റ്റ് ഡിപ്പ് ചെയ്യാൻ മതി. അടുത്ത എക്സാമ്പിൾ ആണ് എക്സസ് പ്രഷർ ഓൺ കോൺകേവ് സ്ഫെറിക്കൽ ഷേപ്പ്. അതായത് നമ്മളൊരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ചെറിയ നാരോ ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പൊങ്ങും. ആ പൊങ്ങാനുള്ള ചെറിയൊരു പ്രഷർ അതിന്റെ സർഫേസിലുള്ള ഭാഗം, ഈ കോൺകേവ് ഷേപ്പിൽ വരുന്ന ഭാഗത്ത് കൂടുതൽ പ്രഷർ ഉണ്ട്. അതും സർഫേസ് ടെൻഷൻ കാരണമാണ് എന്നുള്ള പോയിന്റ് മാത്രം മനസ്സിലാക്കി കേട്ടോ. അടുത്തത് സ്ഫെറിക്കൽ ഡ്രോപ്പ്. വാട്ടറിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആവാനുള്ള കാരണവും സർഫേസ് ടെൻഷൻ മിനിമം ആവാനാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരു എയർ ബബിൾ ഇൻ വാട്ടർ, ഒരു വാട്ടറിനകത്ത് എയർ ബബിൾ, ഇപ്പൊ നമ്മൾ മീൻ കുളത്തിലൊക്കെ എയർ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമല്ലേ, അവിടെയും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ലിക്വിഡ്സ് ഉള്ളിലേക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിന്റെ വാല്യൂ മാത്രം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, ഇതാണ് വാല്യൂ എന്നുള്ളത് മാത്രം നോട്ട് ചെയ്യുക. ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. പ്രഷർ ഇൻസൈഡ് സ്ഫെറിക്കൽ ഡ്രോപ്പ് എന്നത് 2T/R ആണ്. അതായത് സർഫേസ് ടെൻഷനെ 2 ഗുണിച്ച് ഡിവൈഡ് ബൈ ദ ഏരിയ ഓഫ് ദാറ്റ് ഡ്രോപ്പ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് അതിന്റെ പ്രഷർ. അപ്പൊ അത് കൂടുതലായിട്ട് അങ്ങനെ ആവശ്യമില്ല, ജസ്റ്റ് എക്സാമ്പിൾസ് ആണ് പ്രാധാന്യം. അതുപോലെ സോപ്പ് ബബിൾ ആണെങ്കിൽ 4TR ആണ്. സോപ്പ് ബബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രഷർ കൊടുക്കണം. വാട്ടർ ബബിൾ ഇങ്ങനെ പറന്നു പോകില്ലല്ലോ എയറിലൂടെ, പക്ഷെ സോപ്പ് ബബിൾ ഇങ്ങനെ പറന്നു പോകും, കാരണം അതിന് കുറച്ചും കൂടി പ്രഷർ സർഫേസിലുണ്ട്, 2 ലെയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രഷർ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. മറ്റേതിന്റെ ഡബിൾ ആണ് എന്നുള്ളതും ഓർക്കുക. അത്രേ അവിടെ ആവശ്യമുള്ളൂ. 4T/R ആണ് സോപ്പ് ബബിൾ, മറ്റേത് 2T/R ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 2 ലെയർ ഓഫ് ഫിലിമുകൾ ഉണ്ട് സോപ്പ് ബലൂണിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. അത്രയാണ് അവിടെ ആവശ്യം. അടുത്തത് അതിന്റെ മറ്റേ എക്സാമ്പിൾ ആണ് ഡിറ്റർജൻസ് ആൻഡ് സർഫേസ് ടെൻഷൻ. ഇപ്പൊ നമ്മള് വീട്ടിൽ സോപ്പ് കൊണ്ട് കഴുകുന്നത് എന്തുകൊണ്ടാ? വാട്ടർ ഉപയോഗിച്ച് കഴുകിയാൽ പോരെ? ഡ്രസ്സ് അലക്കാൻ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ? സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സർഫേസ് ടെൻഷൻ ഓഫ് വാട്ടർ കുറയും. വാട്ടറിന്റെ സർഫേസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ തുണിയുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും കീറിപ്പോയിട്ട് അവിടെയുള്ള ഡേർട്ടി ആയിട്ടുള്ള സംഗതിനൊക്കെ പുറത്തെടുക്കാൻ പറ്റും എന്ന് നമ്മൾ എവിടെയൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. സംഭവം സർഫേസ് ടെൻഷൻ കുറക്കുകയാണ് ചെയ്യുന്നത് ഡിറ്റർജൻസും. സോപ്പ് ആഡ് ചെയ്യുമ്പോഴും സർഫേസ് ടെൻഷൻ കുറയും. അതിനേക്കാൾ കൂടുതൽ ഡിറ്റർജൻസ് യൂസ് ചെയ്യുമ്പോഴാണ് സർഫേസ് ടെൻഷൻ കുറയുക. സർഫേസ് ടെൻഷൻ ഏറ്റവും കുറക്കാൻ പറ്റുന്നത് ഡിറ്റർജൻസിനാണോ സോപ്പിനാണോ ചോദിച്ചാൽ ആയിരിക്കാം? സോപ്പിനാണോ ഡിറ്റർജൻസിനാണോ? ഡിറ്റർജൻസിനാണ് കൂടുതൽ അഴുക്ക് പോവുക. അതിന് കാരണം സർഫേസ് ടെൻഷൻ കൂടുതൽ കുറക്കാൻ പറ്റിയ ഡിറ്റർജൻസിനാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വായിച്ചു. അടുത്തത് വാക്സ് ഡോഗ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. ഇപ്പൊ നമ്മൾ ഒരു ഇംപ്യൂരിറ്റീസ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അവിടെ സർഫേസ് ടെൻഷൻ കുറയും. ഏത് ഇംപ്യൂരിറ്റി ആണെങ്കിലും സർഫേസ് ടെൻഷൻ കുറയും. അപ്പൊ നമുക്ക് ഒരു ക്യാംഫർ, കർപ്പൂരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ലയിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മൂവ് ചെയ്യും. കർപ്പൂരം വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാക്സിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൂവ് ചെയ്യും. കാരണം ഒരു ഭാഗത്ത് ലയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സർഫേസ് ടെൻഷൻ കുറയും. അപ്പൊ മറ്റു ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷർ ഡിഫറൻസ് വന്നിട്ട് മൂവ് ചെയ്യും. അതുപോലെ എങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഇതും സർഫേസ് ടെൻഷനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് നിൽക്കുക. ഈ രൂപത്തില്
അപ്പൊ ഈ രൂപത്തിൽ വെള്ളം നിൽക്കുമ്പോൾ ഇതിന്റെ ഈ അറ്റത്ത് ഞാനൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മെർക്കുറി ആണെങ്കിൽ മുകളിലേക്കാ പൊങ്ങുക. മെർക്കുറി ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് മെർക്കുറി പാത്രം എങ്കിൽ ഇങ്ങനെ പോകും, മുകളിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഇതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാല് ആ ഒരു വളഞ്ഞ ഭാഗത്തിന് കണക്റ്റഡ് ആയിട്ട് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് ടാൻജന്റ്. ഇതുമായിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, കോണളവാണ് എന്ത് ടാൻജന്റ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നോ ആ ഒരു സർഫേസ് ലെവല് അതിനൊരു വര വരച്ചു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ലൈനിൽ ടാൻജന്റ് വരക്കുക എന്നാണ് പറയാം. ഈ ടാൻജന്റ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു സ്ഫിയറിനെ നടുവിന്ന് ഒരു വര വരച്ചു 90 ഡിഗ്രിയിൽ. ഈ ഒരു ഭാഗത്ത് നമ്മൾ 90 ഡിഗ്രിയിൽ വരക്കുന്ന ഈ ലൈനാണ് ടാൻജന്റ്. ഇതൊരു വട്ടം തന്നെയല്ലേ, സർക്കിൾ തന്നെയല്ലേ ഇതും. ഈ സർക്കിളിന് ഇവിടെ ഒരു സെന്റർ ഉണ്ട് എങ്കിൽ ഇതിന് 90 ഡിഗ്രി ആയി വരക്കുന്ന ഈ ലൈനാണ് ടാൻജന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്നും സർക്കിളിൽ നിന്നും വരക്കുന്ന ലൈനാണ്. അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് മനസ്സിലാക്കി. ഇതിൽ ചോദ്യം ഏതിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതൽ എന്നാണ്. ഇതിൽ ഏതിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതൽ എന്നായിരിക്കും ചോദ്യം. ഇതിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതൽ എന്നതിന് ഇത്രയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ഇതിന് കുറച്ചുള്ളൂ. അത് മനസ്സിലാക്കട്ടോ. നേച്ചർ ഓഫ് ദി സർഫേസ് ഓഫ് ദി വാട്ടർ ഫില്ലിൻ ഗ്ലാസ് ജാർ, പാരഫിൻ, വാക്സ് ജാർ. ഒന്ന് വാക്സ് നിറച്ചിട്ടുള്ളതാണ്. അപ്പൊ വാക്സ് നിറക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു വഴുവഴുപ്പ് ഉണ്ടാവുകയും സർഫേസ് ടെൻഷന് മാറ്റം വരികയും ചെയ്യും. അതുകൊണ്ട് അവിടെയുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൽ ഡിഫറൻസ് വരും. ദെൻ ക്യാപ്പിലറി റൈസ്. എന്നിട്ട് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ക്യാപ്പിലറി റൈസ് വിസ്കോസിറ്റി കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ക്യാപ്പിലറി റൈസ്. ദ ഫിനോമിന ഓഫ് റൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഫിനോമിന ഓഫ് റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് ദ ലിക്വിഡ് ഇൻ ക്യാപ്പിലറി ട്യൂബ് ഈസ് നോൺ ആസ് ക്യാപ്പിലറി ആക്ഷൻ. അപ്പൊ നിങ്ങൾ ചെറിയൊരു ട്യൂബ്, അപ്പൊ ഇതൊരു പേനയാണ്. ഈ പേനിന്റെ റീഫില്ലൊക്കെ ഒഴിവാക്കിയിട്ട് ബക്കറ്റ് ഓഫ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയാൽ വെള്ളം നിൽക്കുന്നത് കുറച്ച് മുകളിലേക്കായിട്ട്, വെള്ളം മുക്കിയ ബക്കറ്റിൽ നിൽക്കുന്ന വാട്ടർ ലെവലിനേക്കാളും കുറച്ച് പൊങ്ങിയിട്ടുണ്ടോ ചെറിയത്. ഈ റീഫിൽ ഉണ്ടല്ലോ, ഈ റീഫിൽ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെക്കും. ആ റീഫില്ലിൽ നിറയുന്ന വെള്ളം വാട്ടർ ലെവലിനേക്കാൾ കുറച്ച് കൂടുതലാണ് നിൽക്കുക. അതായത് നിങ്ങളൊരു വലിയൊരു ബീക്കർ എടുക്കുന്നു, ഇതിൽ ഇത്രയും വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ ഞാൻ ചെറിയൊരു റീഫില്ല് മുക്കിയാൽ ഈ റീഫില്ലിൽ നിൽക്കുന്ന വെള്ളം ഇത്ര ഉണ്ടാവും, ഇത്രയും പൊങ്ങി നിൽക്കും. ഇത് എന്തുകൊണ്ടാണ് പൊങ്ങിയത് എന്നുള്ളതാണ്. ഈ ഉയർച്ചനെ വിളിക്കുന്ന പേരാണ് ക്യാപ്പിലറി റൈസ്. മെർക്കുറി ആണെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. അപ്പോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് പേജ് പറയുന്നത്. എന്താണ് ക്യാപ്പിലറി റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ ക്യാപ്പിലറി ട്യൂബ്. എന്താ ക്യാപ്പിലറി ട്യൂബ് ആണ്? നാരോ ട്യൂബിനെയാണ് ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. ചെറുത്, കാരണം തിക്നെസ് കുറഞ്ഞത്. അപ്പൊ റീഫില്ലിനേക്കാളും ചെറുതുണ്ടാവും കേട്ടോ. ഇത് തന്നെയാണ് നമ്മള് വിളക്കില് ഒരു തിരി ഇടാറുണ്ടല്ലോ. വിളക്ക് തുണിന്റെ തിരി ഇട്ടിട്ട് നമ്മൾ കത്തിക്കാറുണ്ട്, മണ്ണെണ്ണ വിളക്ക് പണ്ടത്തെ. അപ്പോ അതിൽ എങ്ങനെയാണ് മുകളിലേക്ക് വെള്ളം ഉയരുന്നത്? ക്യാപ്പിലറി റൈസ് കാരണം ആണ്. നൂലിന്റെ ഇടയിൽ കൂടെ ചെറിയ നാരോ ഗ്യാപ്പ് ട്യൂബ് ഉണ്ടാവും, നാരോ ട്യൂബ് പോലെ. ഓരോ നൂലുകളും പരസ്പരം മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ ഓരോ ട്യൂബുകളാണ്. ആ ട്യൂബിന്റെ ഇടയിൽ കൂടി എണ്ണ ഉയരുന്നു. അതെന്തുകൊണ്ട്? ക്യാപ്പിലറി റൈസ് കാരണം ആണ്. അതുപോലെ തന്നെയാണ് വേനൽക്കാലത്ത് കവുങ്ങിന്റെ നെൽപ്പാടല്ല, കവുങ്ങിന്റെ കൃഷിയുള്ളവർ എന്ത് ചെയ്യും? വേനൽക്കാലം ആകുമ്പോൾ കളച്ചിട്ട് കൊടുക്കും. അതെന്തുകൊണ്ടാ? വെള്ളം ഇതുപോലെ ചെറിയ നാരോ ട്യൂബുകളിലൂടെ മുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട്. വേനൽക്കാലായ ഈ സർഫേസ് ഒക്കെ എന്ത് ചെയ്യും? വിണ്ട് കീറും അല്ലേ? വേനൽക്കാലായ പാടത്തിനടുത്തുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിണ്ട് കീറാറില്ലേ ചൂടായിട്ട്?
അല്ലേ? കണ്ടിട്ടില്ലേ? ഉണ്ടോ? അടുത്തുള്ള വയൽ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചെറുതായിട്ട് ഇങ്ങനെ വിണ്ടു പോകാറുണ്ട്. അപ്പൊ ആ സമയത്ത് ചെറിയ ട്യൂബാണ് ഉണ്ടാവുക. ചെറിയ ട്യൂബിലൂടെ എന്ത് ചെയ്യും? എത്ര അടിയിലുള്ള വെള്ളം മുകൾക്ക് കയറിയിട്ട് അതിങ്ങനെ നീരാവിയായി ബാഷ്പീകരിച്ച് പോകും. അപ്പൊ വെള്ളം വെറുതെ നീരാവിയായിട്ട് നഷ്ടപ്പെടും. അങ്ങനെ മണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ ട്യൂബ് ഉണ്ടല്ലോ, ചെറിയ വിള്ളലുകൾ അത് വലുതാക്കി കൊടുക്കും. വലിയ വിള്ളലാക്കി കൊടുക്കും കളച്ചിട്ട്. അപ്പൊ വലിയ വിള്ളലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാപ്പിലറി ആക്ഷൻ നടക്കില്ല. അപ്പോൾ അതിന്റെ ഈർപ്പം അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ മണ്ണിൽ ഈർപ്പം നിലനിൽക്കാനാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? തോട്ടം കളക്കുന്നത്, കവുങ്ങുതോട്ടമൊക്കെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് സയന്റിഫിക്കലി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അതിന്റെ റീസൺ കാപ്പിലറി റൈസ് കാരണം ജലം നഷ്ടപ്പെടാതിരിക്കാനാണ്. is to reduce the loss of water due to capillary rise, and it keeps the soil in a watery condition എന്നൊക്കെ എഴുതിയിട്ട് ആൻസർ എഴുതുക. അപ്പോൾ അതാണ് റീസൺ. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്ന് തിരി വിളക്കില് ക്യാൻഡിലില് കെറോസിൻ ക്യാൻഡിലില് നമ്മൾ തിരിയിട്ട് കത്തിക്കുന്നത് എങ്ങനെയാണ് വാട്ടർ മുകളിലേക്ക് കയറുന്നത്? കാപ്പിലറി റൈസ് ആണ്. അതുപോലെ വേറൊരു റീസണും കൂടി ഉണ്ട്, പറയാം. മുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സസ്യങ്ങളിൽ എങ്ങനെയാണ് വെള്ളം മുകളിലേക്ക് കയറുന്നത്? സസ്യങ്ങളിൽ വെള്ളം മുകളിലേക്ക് കയറുന്നത് വലിയ മരേക്കാരാണ്. അതിനൊക്കെ റൂട്ടിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നതല്ലല്ലോ. നമ്മുടെ പേരന്റെ മുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പമ്പ് ചെയ്ത് കയറ്റുന്ന വെള്ളം. പക്ഷെ ഒരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് മൈക്രോസ്കോപ്പിക്കല്. അപ്പൊ ആ ഓരോ മരത്തിന്റെയും സ്റ്റെമ്മുകളുടെ ഇടയിലുള്ള സൈലം ട്യൂബുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സൈലം ഫ്ലോയൊക്കെ. അപ്പൊ സൈലമാണ് മുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. സൈലത്തിന്റെ ട്യൂബുകൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച ഡയഗ്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ ട്യൂബുകളാണ്. ആ ട്യൂബിലുള്ള വെള്ളം കാപ്പിലറി റൈസ് വഴിയാണ്. 3 കാരണങ്ങളുണ്ട്. അതിലൊന്ന് കാപ്പിലറി റൈസ് ആണ് കേട്ടോ. ഇത്രയും മനസ്സിലാക്കുക. ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഇവിടെ ആ ഒരു ഡയഗ്രാം കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ ട്യൂബാണ് കേട്ടോ, അത്ര വലിയ ട്യൂബൊന്നും അല്ല. ചെറിയ ട്യൂബ് ഇടുമ്പോഴാണ് മുകളിലേക്ക് റൈസ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് 2T/R. എക്സ്റോജി കൂടുതലായതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യം. ദെൻ വിസ്കോസിറ്റി, ലാസ്റ്റ് ടോപ്പിക് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാല് it is the attractive force in between the layers of molecules of the water എന്ന് പറയാം. ഫ്ലൂയിഡ്സിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ ലെയർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ആ ഓരോ ലെയറിന്റെ ഇടയിലും ഉള്ള ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ്. ഇപ്പൊ തേനാണോ വാട്ടറിനാണോ വിസ്കോസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാല് ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ തേൻ ഒഴിച്ചാലാണോ വെള്ളം ഒഴിച്ചാലാണോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ താഴ്ത്തുക? ആരാ കൂടുതൽ താഴ്ത്തുക എന്ന് പറഞ്ഞോട്ടെ? ആർക്കെങ്കിലും അറിയാൻ നോക്കട്ടെ. നിങ്ങൾ വാട്ടറും തേനും എന്ത് ചെയ്യുന്നു? ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് താഴേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ പ്രതലത്തിൽ ഒരു വാട്ടർ ഒരിട്ടിച്ചു ഒരു തേൻ ഇട്ടിച്ചു. താഴെ പോവാ? ആദ്യം പോവാ തേൻ ഇവിടെ നിൽക്കും, വെള്ളം ഇങ്ങനെ താഴെ പോവുകയും ചെയ്യും. വിസ്കോസിറ്റി കൂടിയത് വേഗം പോവും, കാരണം അതിന്റെ സർഫേസുകൾക്ക് ഇടയിൽ അത്ര ഫോഴ്സ് ഇല്ല. തേനാണെങ്കിലോ അത് ഒരു ഭാഗം ഇങ്ങനെ താഴേക്ക് ഇറങ്ങണമെങ്കിൽ എല്ലാവരെയും വലിച്ചുകൊണ്ട് വരണം. അപ്പോൾ വിസ്കോസിറ്റി കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് അത് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. സോ വാട്ട് ഇസ് മീൻ ബൈ വിസ്കോസിറ്റി എന്നതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. The property of a liquid by which of its opposes the motion in between the adjacent layers of the adjacent layers of the water or liquid. അതിനെയാണ് വിസ്കോസിറ്റി. അതായത് ഒരു ലിക്വിഡ് അതിന്റെ ലെയേഴ്സുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം അതിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്നു. അതാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ തേന് പോലെയുള്ള സബ്സ്റ്റൻസുകൾക്കാണ്. വെള്ളം പോലെയുള്ള സബ്സ്റ്റൻസുകൾക്ക് വിസ്കോസിറ്റി കുറവാണ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ട് ഡെഫിനിഷനും എക്സാമ്പിളും ഏതിനാണ് കൂടുതൽ, ഏതിനാണ് കുറവ്, ഏതിനാണ് സ്പീഡ് കൂടുതൽ ഉണ്ടാവുക? വിസ്കോസിറ്റി കുറഞ്ഞവർ നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. വിസ്കോസിറ്റി കൂടിയവരോ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. ഇപ്പോൾ തേനില് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അതുപോലെ ചെയ്താൽ നമുക്ക് ഏകദേശം കിട്ടും. ഇതാണ് ലെയേഴ്സുകളൊക്കെ വരച്ചിട്ടുണ്ട്. ഓരോ ലെയേഴ്സുകൾക്കിടയിലുമുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ കുറവ്
എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് ലിക്വിഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ട് പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് നോട്ട്സ് ഒക്കെ റെഡിയാക്കാം കേട്ടോ. ശരി, ഓക്കെ അല്ലേ? സാറേ ഇച്ചിരി പതിയെ പറയണേ, ഈ റഫ് നോട്ട് എഴുതാൻ പറ്റത്തില്ല സാർ ഇത്രയും സ്പീഡിൽ പോകുമ്പോ. ഓക്കെ. ഇന്നത്തെ നോട്ട്സ് ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ. ആണ് എന്നാലും അത് സെൻഡ് ചെയ്യാമെന്ന് കരുതുന്നു. വേറെ നോട്ട് മാറ്റി എഴുതാൻ ആവശ്യം ഉണ്ടാവില്ല. നോട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ വൃത്തിക്കൊന്നും എഴുതിയിട്ടില്ല. എന്നാലും സാരമില്ല, സാറ് നോട്ട് ഇട്ട് തരുവാണെങ്കിൽ വലിയ ഉപകാരം. ശരി, ഗുഡ് ബൈ.